ഇതര ഗ്രാമപഞ്ചായത്തുകൾക്ക് മാതൃകയാക്കാവുന്ന നല്ല ഒരു ക്യാമ്പയിനാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി സംഘടിപ്പിച്ചിട്ടുള്ളത്. അങ്ങാടിയിലും മാർക്കറ്റിലൊക്കെ വരുന്ന ആളുകൾക്ക് അവർക്ക് ഉപയോഗിക്കാൻ ആവശ്യമായ തുണിസഞ്ചി മങ്കട ഗ്രാമപഞ്ചായത്തിൻ്റെ വക നമ്മൾ നൽകും. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. പ്ലാസ്റ്റിക് മുക്ത പഞ്ചായത്താകാൻ ഒരുങ്ങി മങ്കട ഗ്രാമപഞ്ചായത്ത്. പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി പഞ്ചായത്തിൽ പ്ലാസ്റ്റിക് ഹർത്താൽ ആരംഭിച്ചു. സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കിയ ബോധവൽക്കരണ ക്യാമ്പയിൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി അബ്ദുൾ കരീം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി മുഴുവൻ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളെയും പഞ്ചായത്തിൽ നിന്നും തുടച്ചു നീക്കാനുള്ള ഒരുക്കത്തിലാണ് മങ്കട ഗ്രാമപഞ്ചായത്ത്. ഇതിന്റെ ഭാഗമായാണ് പഞ്ചായത്തിൽ ഒക്ടോബർ 1 പ്ലാസ്റ്റിക് ഹർത്താൽ ആചരിച്ചത്. പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുന്നതിനെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിനായി പ്ലാസ്റ്റിക് സീറോ മങ്കട ഹീറോ എന്ന ബാനറുമേന്തി നടത്തിയ വിളംബര ഘോഷയാത്രയിൽ പഞ്ചായത്ത് ജീവനക്കാർ, കുടുംബശ്രീ പ്രവർത്തകർ, ഹരിത കർമ്മസേനാംഗങ്ങൾ, സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗങ്ങൾ കുറയ്ക്കുക എന്ന സന്ദേശം പൊതുജനങ്ങൾ എത്തിക്കുന്നതിന്റെ ഭാഗമായി കൊണ്ട് മങ്കട ഗ്രാമപഞ്ചായത്തിന്റെ മങ്കട ഓട്ടോ ടാക്സി സ്റ്റാൻഡിന് സമീപത്തു നിന്നും ആരംഭിച്ച ഘോഷയാത്ര ഹൈസ്കൂളിന് സമീപം സമാപിച്ചു. തുടർന്ന് നടന്ന ബോധവൽക്കരണ ക്യാമ്പയിൻ മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി അബ്ദുൾ കരീം ഉദ്ഘാടനം ചെയ്തു. പ്ലാസ്റ്റിക് ഹർത്താലിനോടനുബന്ധിച്ച് മങ്കട ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നൽകാൻ പാടില്ലെന്ന് വ്യാപാരികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് തന്നെ മറ്റ് പഞ്ചായത്തുകൾക്കെല്ലാം മാതൃകയാകുന്ന പദ്ധതിയാണ് ഈ പ്ലാസ്റ്റിക് ഹർത്താൽ എന്ന് മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി അബ്ദുൾ കരീം പറഞ്ഞു. ജില്ലയിലെ ഇതര ഗ്രാമപഞ്ചായത്തുകൾക്ക് മാതൃകയാക്കാവുന്ന നല്ല ഒരു ക്യാമ്പയിനാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഇത്തരമൊരു സാഹസത്തിന് മുന്നോട്ട് വന്നത് വളരെ കുറച്ച് ഗ്രാമപഞ്ചായത്തുകൾ മാത്രമാണ് എന്നുള്ളത് ഇത്തരുണത്തിൽ എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. അതിൻ്റെ ഗുണഫലം തീർച്ചയായും ഈ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ലഭിക്കും എന്നുള്ളത് നമുക്ക് പ്രത്യാശിക്കാം. വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും പ്ലാസ്റ്റിക് പൂർണ്ണമായും ഒഴിവാക്കി തുണിസഞ്ചികൾ ഉപയോഗിക്കാനുള്ള ബോധവൽക്കരണ പരിപാടികൾ നടത്തിയിട്ടുണ്ടെന്ന് പഞ്ചായത്ത് സെക്രട്ടറി താഹിറ അറിയിച്ചു. മങ്കട പഞ്ചായത്തിലെ വിവിധ വ്യാപാരികളെയും വ്യവസായികളെയും ജനങ്ങളെയും സമൂഹത്തിലെ വിവിധ മേഖലയിലുള്ള ആൾക്കാരെയും ഓരോരോ തവണകളായി പഞ്ചായത്തിലേക്ക് മീറ്റിംഗ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മീറ്റിങ്ങുകളിൽ ഇവരുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒക്ടോബർ 1 ഒരു ദിവസം നിരോധിത പ്ലാസ്റ്റിക് അവർ തീരെ ഉപയോഗിക്കുകയില്ല എന്ന് നമുക്ക് ഉറപ്പ് നൽകുകയും അതിന് ഈ ഒരു ദിവസത്തേക്ക് പെട്ടെന്ന് സംവിധാനം അവർക്ക് ലഭ്യമാവാത്തതുകൊണ്ട് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ ബദൽ സംവിധാനം കടകളിലും വീടുകളിലേക്കും ഒരുക്കി കൊടുക്കുന്നതിനാണ് പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുള്ളത്. നിരോധിത പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം ചെറുക്കാൻ പഞ്ചായത്തിലെത്തുന്ന ആളുകൾക്ക് തുണിസഞ്ചിയും പ്ലാസ്റ്റിക് കവറുകളും നൽകുമെന്നും ഇത് ജനങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നും മങ്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അസ്കർ അലി പറഞ്ഞു. കുറേ സ്ഥാപനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് തുണിസഞ്ചി, കടലാസ് ബാഗുകൾ ഇങ്ങനെയുള്ള ഒരുപാട് സംവിധാനങ്ങൾ ആളുകൾക്ക് നൽകുന്നതിന് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. അങ്ങാടിയിലും മാർക്കറ്റിലൊക്കെ വരുന്ന ആളുകൾക്ക് അവർക്ക് ഉപയോഗിക്കാൻ ആവശ്യമായ തുണിസഞ്ചി മങ്കട ഗ്രാമപഞ്ചായത്തിൻ്റെ വക നമ്മൾ നൽകും. ഹരിത കർമ്മസേനാംഗങ്ങളുടെ നേതൃത്വത്തിലാണ് പഞ്ചായത്തിൽ നിരോധിത പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം നിയന്ത്രണത്തിൽ കൊണ്ടുവരാനും ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനുമുള്ള പ്രവർത്തികൾ നടപ്പിലാക്കി വരുന്നത്. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തിന് ഞങ്ങളെല്ലാവരും മുന്നോട്ട് ഒരുമിച്ച് വരികയാണ്. നാട്ടുകാരും പഞ്ചായത്തിലുള്ളവരും ഞങ്ങളും എല്ലാവരും കൂടി നല്ല രീതിയിൽ മങ്കട പ്ലാസ്റ്റിക് സീറോ മങ്കട ഹീറോ എന്നുള്ളത് നല്ലൊരു തീരുമാനത്തിലും നല്ലൊരു ഇതിലേക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളെല്ലാവരും ഒരുമിച്ചുണ്ടായിരിക്കും. മങ്കട ഗവൺമെന്റ് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ KT അസ്ഫാനാണ് പ്ലാസ്റ്റിക് സീറോ മങ്കട ഹീറോ എന്ന അർത്ഥപൂർണമായ ക്യാപ്ഷൻ നിർദ്ദേശിച്ചത്. ഞാൻ എൻ്റെ ഒപ്പാൻ്റെ ഫോണിലാണ് ഇങ്ങനെ ഒരു സംഭവമുള്ള അറിഞ്ഞത്. അങ്ങനെ ഞാൻ ഇതിന് പേര് കൊടുക്കാൻ വിചാരിച്ചു. പിന്നെ എൻ്റെ ക്ലാസ്സിലും സ്കൂളിലൊക്കെ ഇതിനെ പറ്റി പറയണമൊക്കെ ഞാൻ കേട്ടുകണു. അങ്ങനെ ഞാൻ ഒരു പേര് ആലോചിച്ച് പറഞ്ഞു. പക്ഷെ അതിങ്ങനെ ആവും ഞാൻ വിചാരിച്ചിട്ടില്ല. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അസ്കർ അലി അധ്യക്ഷത വഹിച്ചു. തുടർന്ന് നടന്ന ചടങ്ങിൽ KT അസ്ഫാൻ, ലോഗോ ഡിസൈൻ ചെയ്ത മാട്ടി മുഹമ്മദ്, വ്ളോഗർ ഷാനവാസ് മാമ്പള്ളി എന്നിവരെ ആദരിച്ചു. വൈസ് പ്രസിഡന്റ് സെലീന ഉമർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷെരീഫ് ചുണ്ടയിൽ, അബ്ബാസ് അലി പൊട്ടേങ്ങൽ, റുമൈസ, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ അഖിലേഷ്, ബീന സണ്ണി, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി മജീദ്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി താഹിറ, VO സന്തോഷ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ചാനൽ 10 പെരിന്തൽമണ്ണ.
years of sparkling legacy. Popular Gold and Diamonds, Perindalmanna.